ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു പാലറ്റ് ഓഫ് പിക്സീസ് ബൈ പ്രാർത്ഥന രതീഷ്. ഇന്നത്തെ ഡേ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കേട്ടോ. എനിക്കൊരു കോൾഡ് ഉണ്ട് നോർമലി ആയിട്ട്, അപ്പോൾ വലിയ ഡേയ്സൊന്നും ആയിട്ടില്ല. ഇന്നത്തെ വെനസ്ഡേയുടെ ആണിത്. ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തേട്ടൊക്കെ പോയി കുളത്തിലൊക്കെ ഇരുന്നു. കുളത്തിൻ്റെ കിട്ടിയോളൂ, ഞങ്ങൾ വേറെ ഒന്നും വീഡിയോ എടുത്തില്ലായിരുന്നു. ഇന്നാണ് അമ്മുവിൻ്റെ ഫെയർവെൽ പാർട്ടി കേട്ടോ, വെനസ്ഡേ ആണേ. ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പോയിട്ട് എല്ലാം ചെയ്യണ്ടേന്നൊക്കെ ഓർത്തിട്ട്. അമ്മയൊക്കെ ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനും പാറും ഒക്കെ രാവിലെ എണീറ്റിട്ട് കിളികൾക്കും പട്ടിക്കുമൊക്കെ ഫുഡ് കൊടുക്കാൻ പോവുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. വെക്കേഷൻ അടിച്ചു പൊളിക്കും. നമുക്കൊക്കെ നോക്കിയാലോ. പാറു കിളിക്ക് ഫുഡ്, എൻ്റെ പട്ടിക്ക് ഫുഡ്. ഞാൻ കിളിക്ക് കൊടുക്കും. ഞാൻ തന്നെ കൊടുത്തിട്ട് പുറത്ത് വിട്ടു. പിടിച്ചോ ക്യാമറ, യുവർ ക്യാമറ. ഞാൻ പട്ടിക്ക് കൊടുക്കും. സെക്കൻഡ് റൊണാൾഡിന്റെ ഫുഡ് ഇട്ടാ നമുക്ക് നമ്മളെ കിളീനെ കാണിക്കാം. വെയിറ്റ് തുറക്കല്ലേ, കിളീനെ കാണിക്കട്ടെ കൊച്ചിന്. ഇത് രണ്ടെണ്ണാണ്. ഹലോ, പേരെന്തുവാ ക്വീൻ്റെ? ഇതിന് മാറോ? ഇതിന്റെ പേരെന്തുവാ? ഈ കിളികൾ പറക്കാറില്ല. പേരെന്തുവാ? ആ പേരൊന്നുമില്ല. നമ്മുടെ കുഞ്ചിരനെ ഞാൻ കാണിച്ചു. ഹലോ പറ. ആ കിളിക്ക് ഫുഡ് വെച്ചു. ഹായ് പറഞ്ഞു. ഇവരാട്ടോ ഹായ് പറഞ്ഞേ. ഇവര് ഭയങ്കര പറക്കണ ആൾക്കാരാണ്. പിന്നെ ഹായ് ഒന്നും പറയില്ലാത്ത പാവങ്ങളാണ് ഇവർ. ഈ അമ്മാമ്മയും പാപ്പനും. ഈ തിന്നണതാണ് അമ്മാമ്മ, അവിടെ ഇരിക്കണതാണ് അപ്പാപ്പൻ. എക്സാക്ട്ലി, ഇവരുടെ എല്ലാവരുടെയും പാരന്റ്സ് ആണ്. അപ്പൊ വകയിൽ അപ്പാപ്പനും അമ്മാമ്മയും. നമ്മുടെ റൊണാൾഡിനും പിന്നെ ആരായിരുന്നു? റൊണാൾഡോ? അതേത്? അത് ചേച്ചിയുടെ പൂച്ചയാണ്. ചേച്ചി പിടിക്കോ ക്യാമറ. നമ്മൾ കൊടുക്കാൻ പോകുന്നത് ട്രാക്കറിനും ലിസിക്ക്, ലിൻഡന്, എല്ലാവർക്കും കൊടുക്കും. റിഞ്ചൻ, പിന്നെ ഇന്നെങ്ങാനും പറഞ്ഞിട്ടില്ല. കുട്ടിയുടെ മേത്താണ് വണ്ടി കയറിയത്. അറിഞ്ഞില്ലേ? നമ്മുടെ അമ്മുച്ചിച്ചിയുടെ വീടാണ് ദാണ്ടെ കാണുന്നത്. ഇതാണ്. എടാ ഞാൻ പോയി വിളിച്ചിട്ട് തരാം. ഫോൺ ഉണ്ടായിരുന്ന ട്രാക്കർ. അമ്മേ പേടിപ്പിക്കല്ലേ? ഞാനല്ല പേടിപ്പിച്ചത്. ഫുഡ് എടുത്തോണ്ട് അങ്ങോട്ട് പോകും. ഇതോ? അത് ഫുഡ് എടുത്തിട്ട് അങ്ങോട്ട് പോവും. രണ്ടെണ്ണം കഴിച്ചോട്ടെ, പാവല്ലേ. തിന്നണ തീറ്റ കണ്ടാ തോന്നുന്നില്ല. എല്ലും കഷ്ണം പിടിച്ച് അടിച്ച് കളിക്കും. തീറ്റ ഞാനേ ആ പട്ടികൾ കറക്റ്റ് എൻ്റെ മേത്തോട്ട് ഓടിയാനായിട്ടാണ്. രണ്ടുപേർക്കും കൊടുത്തിരിക്കുന്നു. മിഷൻ കംപ്ലീറ്റ്. ഇനി നേരെ അമ്മു ചത്തോന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. പെടലി ഒടിഞ്ഞൊന്നുമില്ല കേട്ടോ ഗൈസ്. അവളൊന്ന് പെടലി ഉളുക്കി, പിന്നെ അത് ഇങ്ങനെ പിടിച്ചിട്ട് അനക്കാൻ പറ്റുള്ള നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. സോ വി ആർ ഗോയിങ് ടു ഗോ ടു അമ്മൂസ് ഹൗസ്. എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ വിളിച്ച് താഴെ ഇടും. എന്നിട്ട് പെടലി ഒന്ന് 2 പ്രാവശ്യം ഒന്ന് കറക്കി വിടും. അപ്പോൾ പ്രശ്നമൊക്കെ പോവാളുടെ ഗൈസ്. ഞങ്ങളൊരു കേക്ക് ലെയർ ചെയ്തു അമ്മ ഇല്ലാത്ത സമയമുണ്ട്. അവളോട് പറയണ്ട കേട്ടോ അത്. നീ വേണ പോകുന്നു? എൻ്റെ കയ്യിലൊന്നുമില്ല. കണ്ടോ, വെയിറ്റ് ചെയ്യണം കേട്ടോ ഫുഡിന് വേണ്ടി. എന്നെ മുത്തശ്ശനല്ലേ? ഗൈസ് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ ഫുഡ് ഇല്ല എന്ന് പറയുമ്പോൾ. ഗൈസ് എൻ്റെ പട്ടി. നമ്മുടെ മൂൺ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്. അതിന് പേടിയാ നമ്മളെ.
വി കാണുമല്ല. മൊബൈൽ നോക്കുമല്ല. രാധാമേ ഗൈസ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടേയിരിക്കുന്നു. സോ സാഡല്ലേ. ഞാൻ ശരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും ഉണ്ടെന്ന് വിചാരിച്ചില്ല. അല്ല, കഴുത്തൊടിഞ്ഞിരിക്കുകയാണെങ്കിൽ സാരമൊന്നുമില്ല. അവളുടെ ട്രിപ്പ് ഒന്ന് പോസ്റ്റ്പോൺ ആവും, വലിയ പ്രശ്നമൊന്നുമില്ല. അയ്യോ, അപ്പൊ ഉമ്മാൻ്റെ പോണ്ട. അതാ ഞാനും പറഞ്ഞ ഉമ്മാൻ്റെ പോണ്ട. നമ്മളെന്ത് കുട്ടികളടി, അവൾക്ക് എന്തെങ്കിലും പറ്റട്ടെ. ഓക്കെ ഗൈസ്, അമ്മൂല്ലാത്തതിന് കേക്കിലേറി ഇതെൻ്റെ സങ്കടമൊക്കെ എൻ്റെ പോയി. ഗൈസ്, ഈ വൺ ഓഫ് എ കൈൻഡ് ആക്ടറിനെ കാണണം. പൊട്ട ആക്ടർ. ഉറക്കം വന്നു. ഗൈസ്, ഇവള് കയറാൻ പാടുപെടുകയാണ്. ഗൈസ്, അവളുടെ ഫെയർവെൽ പാർട്ടി 4 മണിന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല കേട്ടോ. 4:30 ആയേ. ഗൈസ്, 4:30 ആട്ടോ അവളുടെ പാർട്ടി. അല്ല, 4:36. 4 മണിക്കായിരുന്നു അവളുടെ പാർട്ടി. ഓക്കെ, നീ വീട്ടിൽ പോ. ആയി സന്തോഷം വീണു. ഗൈസ്, ഞാൻ ഡെക്കറേഷൻസ് ഇതിനകത്ത് എവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, നിനക്കറിയോ ഞാൻ എവിടെയൊക്കെ വെച്ചെന്ന്? ഞാനൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഓഹോ, എന്ത്? ഓഹോ, എന്താന്നൂല അറിയില്ല. പൊന്നു പാടുകളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഗൈസ്, 4:45. 4 മണി 4 to 6 ആയിരുന്നു ഞങ്ങളുടെ പാർട്ടി. ഇതാണ് ഞങ്ങളുടെ വെന്യൂ. ആള് എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടില്ല. അവൾ ലാൻഡ് ചെയ്തു. ഇനി ഇത് പിടിച്ചോളുടെ മുഖം. നമ്മുടെ മാളക്കുട്ടി വരുവാന്ന് തോന്നുന്നു. ഹലോ, എവിടെ? അരേന്നൊക്കെ ഇത് ഊരിയിട്ട് ഊരിയിട്ടാണ് അര. നിങ്ങൾക്ക് ഫുൾ വീഡിയോ എല്ലാവിടെയും കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്താ ഇവിടെ വയ്ക്കാം. നല്ല വെന്യൂ ആട്ടോ ഗൈസ്. നമ്മുടെ ഡെക്കറേഷൻ കാണാം. ഇതെല്ലാം ഓരോ കൊമ്പിൽ ഇങ്ങനെ കെട്ടണം. സിൽവർ ഫോയിൽ പോലെ ആട്ടോ ഗൈസ്. തുടങ്ങാൻ പോകുന്നത്. Guys, I have my first piece. I completely forgot. ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിട്ട് ആരും വൈകില്ലാന്ന്. സോ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആരേലും എന്നെ. ബിക്കോസ് അമ്മൂന് ഭയങ്കര സങ്കടം കേട്ടോ. അവളുടെ ഫെയർവെൽ പാർട്ടിയാണേ. സോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഹൈ ഫൈ. കം ഓൺ ഗൈസ്.
കൂടെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ കിട്ടുമോ? ഞാൻ മരത്തിന് മുകളിൽ ചെയ്തോട്ടെ. ഇഷ്ടമുള്ള കളേഴ്സ് എല്ലാം ചെയ്യണം കേട്ടോ. വെറുതെ നോർമലി എടുക്ക് പോയി എന്നോട് എന്തിനാ പറയണേ? ഈ കുട്ടീനെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുന്നു. ഞാൻ ഈസ്റ്റിൽ എടുത്തിട്ട് അപ്പുറത്ത് പൊടിച്ച് ചെയ്യാൻ പോലെ. നിങ്ങൾ കുറച്ച് നേരത്തേക്ക് ബ്ലാങ്ക് സ്ക്രീനാണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പുറത്ത് ഇതുപോലത്തെ അങ്ങനെ കുക്കോള് പാല് വന്നിരിക്കുന്നു. എടാ സൂര്യ, നീ ഒന്ന് ലക്ഷ്യത്തിനെ വിളിക്കോ? ഇങ്ങോട്ട് വരാൻ പറയോ? ഞാൻ ട്രെയിനിലെത്തിയിരിക്കുന്നു. കാറിന് സഹായമായിട്ട് ഇവിടെ കിട്ടാൻ പോലെ. ഇത് നോർമലി എങ്ങനെ നീ കെട്ടുക? ഇഷ്ടമുള്ള പോലെ കെട്ടിക്കോ. എനിക്ക് ഇഷ്ടമുള്ള പോലെ കെട്ടിക്കോ. അവിടെ ഇരുന്നാൽ മതി. കാറ്റ് വരുമ്പോൾ പോകരുത്. അതിങ്ങനെ വീശണം. അത് തന്നെ വെരി സിമ്പിൾ. അതന്നെ മതി. അതൊക്കെ ഇങ്ങോട്ട് താഴെ പാറ് പഠിച്ചിരുന്നു കേട്ടോ. എല്ലാം തപ്പിടും കേട്ടോ. ഇതെന്ത് വെക്കും? കിട്ടിയതാണല്ലോ. അവർക്കല്ല, അതൊന്നും മൈൻഡ് ചെയ്യാൻ. You come here right this second. I cover it. എന്താ വായോ? തോക്കോട്ടോ. കോഴിക്കട്ടയോ? തോക്കെഴുത്തോ? എന്താ വായി? തോക്കെഴുത്തോ? ചോക്ലേറ്റാ? ചേച്ചി യു ആർ ബീങ് ഫിൽംഡ്. ഓക്കെ, ചേച്ചിയുടെ ബട്ടാണ് അക്കൊരു നല്ല പോകട്ടെ. ഏറ്റവും കോമഡിപ്പെട്ട ഒരു കാര്യം ഞങ്ങളെ പാടില്ല. പഠിക്കാനുള്ള കുറച്ച് മറുപടി ഇട്ട് പൊക്കോ. നാളെ എനിക്ക് ഇഷ്ടമാ. ആരും ഇല്ല ചേച്ചി. അത് രണ്ടിന് മാത്രമേ ഉള്ളൂ. ആർക്കെ ചേച്ചിട്ട് പോരും. അത് കിട്ടണ്ടേ? എനിക്ക് മടുക്കുന്നുണ്ട്. ആ അതെ, കാരമല കാരമല. വാട്ട് യു പെട്ടെന്ന് എടുത്തിട്ട് പോവാ ചേച്ചി. എപ്പോ ഒന്ന് പെട്ടെന്ന് എടുക്കും പ്ലീസ്. ചേച്ചി ഈ അര കെട്ടിട്ട് തന്നാൽ മതി. ഞങ്ങൾ ബാക്കി മരത്തിന്റെ മുകളിൽ ഉള്ളിലേക്ക് ഞാൻ കെട്ടിക്കോളാം. ഈ അരയൊന്ന് കെട്ടിത്തരും. അവളോ? അവള് 28-ാം തീയതി പോകും. അതെ, ഞങ്ങൾ അവളെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പോയിട്ടാണെങ്കിലും വച്ച തല അടിക്കുന്നു. മര്യാദക്ക് പേരൽപ്പാട്ടൊക്കെ ചെയ്ത് ആർക്ക് വരും. നിരമ്മായി പറഞ്ഞു പണ്ട് ഞാൻ.
കവറിനകത്ത് ഇറക്കി എടുക്കണം. കഷ്ടമുണ്ട്. എവരിബഡി ലീവ് ബാഡ് റിവ്യൂസ് ഫോർ ലക്ഷ്മി. ഓക്കെ, വെരി ബാഡ് റിവ്യൂസ്. Guys, bad reviews are the bad reviews, okay? No, don't let her. ചേച്ചിക്ക് പണിയില്ല എന്നാ പറഞ്ഞത്, പക്ഷെ ചേച്ചിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാ പറയുന്നത് കേട്ടോ ഗൈസ്. ചേച്ചി മടിച്ചിരിക്കുക കേട്ടോ, ഞങ്ങളുടെ ഇവിടെ സഹായിക്കില്ല എന്നാണ് പറയുന്നത്. ചേച്ചിയുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് ഇപ്പൊ പറഞ്ഞത്. ഭയങ്കര ദേഷ്യത്തിലാണ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അവരുടെ വീട്ടിൽ കത്രികയില്ലേ, എടുത്തിട്ട് വാ. കാണാൻ രസമുണ്ട്. ചേച്ചി ആകെ കിട്ടിയത് പിങ്കാ. 2-3 കിട്ടിയപ്പോഴേക്കും ചേച്ചിക്ക് പോയി. ആൾക്കാർ വരാൻ ലേറ്റ് ആകുമ്പോൾ എൻ്റെ ആൾക്കാർ വരാൻ ലേറ്റ് ആകും തോറും എനിക്ക് പേടിയുണ്ടോ? ആരും വരില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. ആരും വന്നില്ലെങ്കിൽ അത്രയും സമയം ഉണ്ടാക്കിയ കേക്കും കളിച്ചതും ഇന്നല്ലേ എന്നൊക്കെ ഓർത്തിരുന്നതൊക്കെ വെറുതെ ഇപ്പോ. ഇപ്പൊ കാണാൻ സത്യം നല്ല രസമുണ്ട്, എനിക്കിഷ്ടായി. നമ്മളിവിടെ മൊത്തം ഇനി ഇടണം. സോ ഗൈസ്, everything darling. Hey Natalie, everything darling. Hari like a back talkies. I'm legit. Hari Abhi मेरी chatting talkie. I'm legit. Subscribe to मारो channel. मारो थोड़ी वीडियो ठीक हो चेटी को बाकी ഗൈസ് പാറു എന്നോട് വഴക്കിട്ടിരിക്കാട്ടോ. അത് തന്നില്ലാന്ന് പറഞ്ഞിട്ടോ വഴക്ക്. ഇങ്ങനത്തെ കുട്ടികളെ എനിക്ക് കാണുന്നത്. ബിക്കോസ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ കുറച്ചാണ് ഈ ലോകത്ത്. നിങ്ങളൊരു ഭയങ്കര ചീത്ത കുട്ടിയാണെന്നായിരുന്നു എല്ലാവരുടെയും കോമെന്റിൽ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ കുഴപ്പമില്ല, ഈ കോമെന്റിൽ നമുക്ക് തിരിച്ചെടുക്കാം അല്ലേ പറഞ്ഞു. ഒരിക്കലും പറഞ്ഞാൽ നീ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി ചെക്ക് ചെയ്യും. എല്ലാവരും നിന്നെ കുറിച്ച് നെഗറ്റീവ് കോമെന്റ്സ് ആയിട്ട് അത് തന്നെ നെഗറ്റീവാണ് ഇട്ടത്. എന്തായാലും ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നിന്നെ ഭയങ്കര ബാഡ് കോമെന്റ്സ് ആയിരുന്നു, നിന്നെ ബാഡ് റിവ്യൂസ് ആയിട്ടത്. അവര് വലിയ രസമില്ല എന്നാ പറയണേ നിന്നെ കണ്ടിട്ട്. സോ ഞാൻ പറഞ്ഞ എൻ്റെ സിസ്റ്ററാണത്. അവർ പറഞ്ഞ് സിസ്റ്ററിനെ ആക്ടിങ് പഠിപ്പിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ കേട്ടെന്ന് വേണ്ട റെസ്പോൺസ്. സത്യം പറയട്ടെ, നിങ്ങൾ ആരും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വെറുതെ പഠിപ്പിക്കാൻ പറഞ്ഞാലും അറിയായിരുന്നു. ഞാനിപ്പോൾ അവളുടെ തലയിൽ കയറാൻ നോക്കുകയാണ്. അവള് മാത്രമേ ഉള്ളൂ ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ. കുറെ പേരെ വിളിച്ചിരുന്നു, അവരൊക്കെ വരുന്നു. ദൈവത്തിന് അറിയുന്നു. വല്ല മടിയുണ്ടോ? എന്ത് മടിയാവാത്ത
കാരണം മരത്തിന്റെ മുകളിൽ നിന്ന് കയറണ്ടേ? നീ വേണേ ഈ സ്റ്റൂൾ വെച്ചിട്ട് എല്ലാവരെയും കൊണ്ടിട്ടു. നീ കാണുന്നവിടെ ഒക്കെ കൊണ്ട കെട്ടിട്ടോ. ഗേറ്റിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ കെട്ടിയിടാൻ നീളത്തിലേ ഇടരുതെന്നുള്ളൂ. അത് മരത്തിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴേട്ട് ഇടാൻ വേണ്ടിട്ടാ. എന്നാലേ കാണുള്ളൂ. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബോറടിക്കുന്നത് ഞങ്ങളോട് ഇരുന്നിട്ട്. എല്ലാവരും ഈ വീഡിയോ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുമായിരിക്കും. ഇട്ടായിരിക്കും നോക്കുക. പക്ഷേ ഗൈസ് ഞാൻ അങ്ങനത്തെ ഒരു പൊട്ടത്തരം കാണിക്കില്ല. ബിക്കോസ് യു നീഡ് ടു വാച്ച് എവറി സിംഗിൾ മൊമെന്റ്. എന്നാലാണ് ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് എന്നോട് എല്ലാവരും പറയാറ്. പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ആരുടെ വീഡിയോ ഇത്തിരി ലാഗായപ്പോലും 2x-ലിടും. ചിലപ്പോൾ വെറുതെ 2x-ലിട്ട് സ്പീഡ് ആയിട്ട് സംസാരിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയായിരിക്കും സംസാരിക്കണം. അങ്ങനെയായിരിക്കും കേൾക്കണേ. ചിലർ 5x-ലിടും. ഞാൻ എത്ര സ്പീഡിലിടണോ അത്രോ ഇടും. ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സ്പീഡിൽ. പക്ഷേ ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം. ഐ ലവ് മൈ ലൈഫ്. അമ്മു റെഡിയാവാൻ പോയേക്കാട്ടോ. അപ്പോൾ ഞങ്ങളിതിനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവാൻ പോകും. റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലിരിക്കണ കേക്ക് എടുത്തിട്ട് ഇവളുടെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. ബിക്കോസ് എൻ്റെ വീട്ടിലായിട്ട് ഓണുണ്ടല്ലോ. പാർട്ടി സമയമായ കുട്ടി കാരല്ല കാരെടുക്കും. എനിക്ക് ചാവാനുള്ള ടയർഡ്നെസ്സാണ് ഇപ്പോൾ ഉള്ളത്. പാറൂനാണെങ്കിൽ കട്ട് ചെയ്യാനും അറിയില്ല. എനിക്കിഷ്ടമാവണമൊന്നുമില്ല കേട്ടോ. അല്ല ഇനി ഇവർ വരുമ്പോഴേക്കും 6:30 5:30 കഴിഞ്ഞ് 7 മണിക്കാണ് ഇവരൊക്കെ വന്നെങ്കിൽ പാർട്ടിന്ന് പറഞ്ഞിട്ട് എങ്കിലും ഞാൻ നടത്തും. ബിക്കോസ് അല്ല ആർക്കും വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും ഗൈസ്. അപ്പോൾ വെരി ഡിസപ്പോയിൻറ്റഡ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച്. പാറുവിന് എൻ്റെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയോ? ആരും വരില്ല. വേറെ ആൾ മറ്റേ ആൾ വരുന്ന കുറച്ച് വന്നു കണ്ടില്ല. ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. എന്താ പറയുക, ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അതും ചെയ്യത്തില്ല. പിന്നെ എങ്ങനെ ആൾക്കാർ വരാതിരിക്കല്ലേ? ഒരുത്തൊന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അവർ എപ്പം എത്തും? ഇനി മെസ്സേജ് അയച്ചോട്ടെ. എപ്പം എത്തും, എപ്പം വരും എന്ന് ഒന്ന് വിളിച്ചു ചോദിക്കാം. പക്ഷേ
ഗൈസ് സോ ടയേർഡ്. ഇതിൽ പൊക്കോണ്ടിരിക്കുകയാണ് എൻ്റെ ഇതിപ്പോൾ വേണം ഞാൻ തരാം. I have never been so tired in my entire life. Most tired of my entire life. Guys, last piece आता. ये last piece अल्लाह കഴിഞ്ഞിരിക്കുന്നു. മരത്തിൻ്റെ മുകളിലോട്ട് കയറാൻ പോവാണ്. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. കാണൂലോ പാറുമായിട്ട് എനിക്ക് എടുത്തു തരാമുള്ളത്. ഇയാൾക്ക് തന്നെ കാണാൻ പറ്റുമോ? ഗൈസ് ഞാനിപ്പോൾ മൂന്നാക്കിയിരു ഞാൻ കണ്ടില്ല. കുറെ എടുത്തോണ്ട് കഴിക്കാം. കസേര യൂസ്ഫുൾ ആയിരിക്കാൻ പോവാണ്. കെട്ടാൻ പോലെ എവിടെയാണ് ഞാൻ You know what he said to me? You know what he said to me? Do you know what he said to me? You're so rude. You know what he said to me? എന്താണ് ഈ ട്രെൻഡ്? ട്രെൻഡിൽ എങ്ങനെയാ പറയാ അവര്? നീ അല്ലേ ഇന്ന് രാവിലെ എന്നോട് ആ ട്രെൻഡ് എടുത്തേ? You're so rude. You know what he said to me? He's like, you're so rude. And I was like, boy, does it look like I could care? I couldn't even care less. Don't call me darling, I'm too. Guys, ഒരെണ്ണം എവിടെ കാലിലോ?
Guys, I am so tired. നാലുമണിന്ന് പറഞ്ഞ പാർട്ടിയുടെ സമയത്തില് ആരും വന്നിട്ടില്ല. ഭയങ്കര ദേഷ്യത്തിലാണ്. ഒരു പാർട്ടിക്ക് വരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പോകാൻ പറ്റുമോ? ഒരു ഊരി എടുത്തിരിക്കുന്നു. മരത്തിൻ്റെ മുകളിൽ നമ്മൾ അഞ്ചു ചെയ്യാൻ പോവാണ്. അതിന് വേണമെങ്കിൽ ഗേറ്റ് കെട്ടാൻ പോവാം. അതേ ഗേറ്റ് നമ്മളുടെ ഗേറ്റിൻ്റെ പരിപാടി ഒന്ന് കാണിച്ചു തരാം. കയ്യില് കാണണം. അത് ഞാൻ പിന്നെ കാണിച്ചു കൊടുത്തോളാം പാർട്ടി സമയത്ത്. ഗൈസ്, നിങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞു വ്യൂ ആണ് കിട്ടും. ഇവിടെ കെട്ടി ഇതിൽ കെട്ടി അവളെല്ലാവരെയും കെട്ടുകയാണ്. അവളെ കെട്ടിയിട്ടുണ്ട്. Three, 2, 1, start. Guys, stealing. What this girl is doing? Guys, this is the last one. Guys, where should we do it? Where should where I will not get it. Where gate would ഞാൻ വെറുതെ ഇവിടെ നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട്. ഒരു ക്രാഫ്റ്റ് പ്രോജക്റ്റ് പോലെ ഉണ്ട്. വേറൊരു ക്രാഫ്റ്റ് പ്രോജക്റ്റ് പോലെ ഉണ്ട്. മറ്റേ വൈറ്റ് കാണാൻ ലൈറ്റ്സ് പോലെ. ഇഷ്ടായോ? അമ്മൂന്റെ പാർട്ടിക്കുള്ള ഡെക്കറേഷനാണ്. അയ്യോ, കാറ്
care. I couldn't even care. I'm legit. I'm legit. Abby, baby trucking copy. I'm legit. Legit. Na 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 na. കാപ്പിബാറ I'm legit. ഒരു കാപ്പിബാറ ആരാന്നറിയോ? I'm legit. ആരാന്നറിയോ? I'm legit. കാപ്പിബാറ എന്ത്? പഴം പഴമുണ്ട്. ക്യാമറ കാണും. എനിക്കൊന്നുമില്ല കേട്ടോ. Discrimination. അയ്യോ അതെന്ത് തരം? എൻ്റെ കുറെ സിൽവർ ഉണ്ട്. ഞാൻ അതെവിടെയൊക്കെ കെട്ടുന്നേ നോക്കൊണ്ടിരിക്കട്ടോ. എവിടെ കുറെ സിൽവർ? അവിടെ കൊണ്ടുവന്ന അങ്ങോട്ട് വീടില്ല. ഹാർട്ട് അറ്റാക്ക് വന്നില്ലോ? എന്റെ ദേഷ്യം കാരണം ഒട്ടിച്ചില്ലേ? നല്ല ഹെൽത്തിയാണ്. ഞാൻ എൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ ഉമ്മ.r ചാനലിൽ കൊടുക്കാം പറ്റുവാണെങ്കിൽ. This is my support ammu. Support ammu. Support ammu. Support പോയി now. Guys, നമ്മുടെ അമ്മുവിൻ്റെ സപ്പോർട്ട് ഡാൻസ് ആണ് ഞാൻ പാറുവിനെ പഠിപ്പിക്കാൻ പോവാണ്. പറഞ്ഞെടുക്കുക നമ്മൾ. എന്നിട്ട് സപ്പോർട്ടമ്മു സപ്പോർട്ടാ സപ്പോർട്ടമ്മു സപ്പോർട്ടാ സപ്പോർട്ടമ്മു സപ്പോർട്ടാ സപ്പോർട്ടമ്മു 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 സപ്പോർട്ടാ സപ്പോർട്ടമ്മു സപ്പോർട്ടാ ഇങ്ങനെയല്ല. സപ്പോർട്ടമ്മു സപ്പോർട്ടാ സപ്പോർട്ടമ്മു സപ്പോർട്ടാ സപ്പോർട്ടമ്മു സപ്പോർട്ടാ സപ്പോർട്ടമ്മു സപ്പോർട്ടാ സപ്പോർട്ടമ്മ അമ്മ സപ്പോർട്ടമ്മു സപ്പോർട്ടാ സപ്പോർട്ടമ്മ സപ്പോർട്ടമ്മു സപ്പോർട്ടമ്മു സപ്പോർട്ടാ സപ്പോർട്ടമ്മു 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 സപ്പോർട്ടാ സപ്പോർട്ടമ്മു സപ്പോർട്ടാ പഠിച്ചോളെ. ഒരാഴ്ച കളിക്കോളൂ കഴിഞ്ഞു. നീ കളിക്കുന്നുണ്ടേ? എനിക്ക് ഞാൻ അവളെ വെച്ച് വിളിക്കുമ്പോൾ എല്ലാവരും നീ കളിക്കും. You are my student. You can do that. ഞാൻ മാറ്റൊന്നുമില്ല. ഞാൻ അല്ലാണ്ട് പോയിട്ട് കളിക്കുന്നില്ല. ഞാൻ ബാക്കി സ്ക്രാപ്പൊക്കെ പിക്കപ്പ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ ഈ പ്ലേസ് കറക്റ്റ് ആയി. സപ്പോർട്ടമ്മു സപ്പോർട്ടാ സപ്പോർട്ടമ്മു 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 നമ്മൾ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇങ്ങനെ കേട്ടോ. നടുക്കൊന്ന് വെച്ചേ. ഇവളുടെ ശകുന്തള കേട്ടോ. ശകുന്തള. ഗൈസ് ഇതാട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഡെക്കറേഷൻ. ഇങ്ങോട്ട് ഇങ്ങോട്ട്
ശകുന്തള. ഗൈസ് ഇവിടെ കേട്ടോ നമ്മുടെ സ്റ്റേജ്. ഇവിടെയാണ് എല്ലാവരും നിൽക്കുക. ഗൈസ് ഫസ്റ്റ് ഗേൾ എന്നെ പിടിച്ചേ. ഇതാട്ട് ഏറ്റവും വലിയ ഭംഗിയുള്ള ഒരാള്. എനിക്ക് അങ്ങനത്തെ ഒരെണ്ണമുണ്ട്, പക്ഷെ രണ്ടെണ്ണം ടൂ ഉണ്ട് ഇതേപോലത്തെ രണ്ടെണ്ണം ഉണ്ട് ജീൻസിന്റെ. സെറ്റപ്പ് കണ്ടോ? ഇട്ടാല എനിക്ക് അത് ലോഹ പോലെ കിടക്കും. ലോഹയാ? കിടക്കൂല. എന്ത് സാധനം? ഈ ഇതേപോലത്തെ ജീൻസിന്റെ ഡ്രസ്സില്ലേ, അതെനിക്ക് രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ അതെനിക്ക് ഇട്ട ലോഹ പോലെ കിടക്കും. അതാണ് ഏറ്റവും വലിയ. ഒരു കസേര കൊണ്ട് എടുക്കുമോ ഇങ്ങനത്തെ? തടിയില്ല. അപ്പുണ്ണി മാറ്റണോ? അപ്പുണ്ണിക്ക് അമ്മൂന് ഇരിക്കാനുള്ള. അത് സാരല്ല, അവനെ ഇരുത്താം. ഗൈസ് ഇപ്പൊ കാണുമ്പോ എനിക്ക് വിഷമമുണ്ട്. ഇവിടെ ഭയങ്കര പെട്ടെന്ന് അർപ്പിയ ചേച്ചി നന്ദു ചേച്ചി ഇല്ല, ബാക്കി എല്ലാരും ഉണ്ട്. ഗൈസ് ഡ്രസ്സ് ഇട്ട് ചാടാൻ പോകുന്ന ഒരു കുട്ടീനെയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോണേ. കുറച്ച് ദിവസം മുമ്പ് ചാട്ടം ഭയങ്കര പേടിയായിരുന്നു. നിന്റെ അനിയനോ? അങ്ങനെയാണെ വകയിൽ നീ എൻ്റെ അനിയത്തി ആവാൻ വേണ്ടി ഞാൻ എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ്ടോ? ഇനി അടുത്തതാണ് എൻ്റെ ചെരുപ്പ്. അതുകൊണ്ട് എൻ്റെ അച്ഛയുടെ ചെരുപ്പ്. ഗൈസ് നമ്മൾ അവളെ നോക്കാണ്ട് അതുവഴി പോവാണ്. ഗൈസ് സെറ്റപ്പ്. ആൾക്കാർ വരാൻ വെയിറ്റ് ചെയ്യുന്നു. കേക്കിൻ്റെ ഒക്കെ ഫോട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും കേട്ടോ. See you soon. Small farewell program filled with memories, fun, and prayer. കുറച്ച് പേരുണ്ട്. ഹലോ ഗൈസ്, ഇതാണ് എടാ ഞാൻ ഫസ്റ്റ് വീഡിയോ പിന്നിലോട്ട് ആറ് പോയി. പപ്പുണി എഴുന്നേക്കാൻ മതി മതി മതി. അയ്യോ ബോള. Wonderful friends, exciting experiences, and many happy memories. Ade, wait. Kechi. Now I want each and every one of you to come and share a memory you had with Ammu. Ninne vilikilla na
ചേച്ചി അമ്മോന്റെ കൂടെ ഒരു മെമ്മറി ഷെയർ ചെയ്യാൻ. അനുരാഗ ചേച്ചി ഇൻ ദ സ്റ്റേജ്. അനുരാഗ ചേച്ചി ഇൻ ദ സ്റ്റേജ്. അമ്മോന്റെ കൂടെ ഒരു മെമ്മറി. വീണ്ടും പറയാം, അനുരാഗ ചേച്ചി ഇൻ ദ സ്റ്റേജ്. വീണ്ടും സ്റ്റേജിൽ എത്തിയിരിക്കുന്നു. അവന്റെ മെമ്മറിയാണ്. ആ ശരി ശരി ശരി. ഇവിടെ കോപ്രായമാണ്. ആരാണെന്ന് എനിക്കറിയില്ല. ഇത് ഏതോ ഒരു പുതിയ ഗസ്റ്റ് ആണ്. എക്സാം നല്ലതായിരുന്നു. ഇങ്ങനെ വരണ്ടേ, അല്ലാണ്ട് എന്നെ കൊണ്ട് ഓടിപ്പിക്കല്ലേ. എക്സാം നല്ലതായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വരും. മാത്സിന് എനിക്ക് അറിയാൻ പാടാത്ത സബ്ജക്റ്റുമായിട്ട് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വരും. ആയിരിക്കും. അതിന് മാളും ഇങ്ങനെ കാണിക്കാം. നിങ്ങൾ പോകില്ല, അങ്ങോട്ട് പോകണ്ട. നീയല്ലേ നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മ ചേച്ചിന്റെ ഇഷ്ടമാണ്. അമ്മ ചേച്ചിന്റെ ഇഷ്ടമാണ്. അങ്ങനെയുണ്ട്. ചേച്ചിനെ കുറിച്ചല്ലേ പറ. എന്ത് ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വന്നിട്ട് കൊറേ പൊട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചേച്ചി പറഞ്ഞ പോലെ സബ്ജക്റ്റിനെ കുറിച്ചൊന്നും ആയിരിക്കില്ല. മീൻ എങ്ങനെ മുട്ട ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയ്യാതാവുമ്പോ കരച്ചിലും ചിരിയും ഒക്കെ ഒരുമിച്ചാ വന്നെ. പക്ഷെ ഞങ്ങള് പോരച്ച് കരയും. ഞങ്ങള് മുമ്പേ കരയിനോട് ചിരിക്കായിരിക്കും. അപ്പൊ അത് മിസ് ചെയ്യും. അത് അമ്മോന്റെ പ്രത്യേക ഒരു കഴിവാണ്. ഓക്കെ, ഇനി അപ്പുണ്ണി. ഇനി അമ്മ കുറച്ച് ക്ലാസ്സുകൾ പറയും. അത് അപ്പുണ്ണി നെക്സ്റ്റ് ഉണ്ട്. അപ്പൊ അമ്മൂനെ കുറിച്ച് പറയണ്ടേ? പിന്നെ എനിക്ക് മിസ് ചെയ്യാൻ പോണ എന്റെ സുന്ദരല്ല. എനിക്ക് മിഠായി കൊടുക്കാൻ ആരുമില്ല. പിന്നെ ഇവിടെ ഉണ്ട്. കൊടുത്തോളാം. പറ, എനിക്ക് ചേച്ചിന് ഇഷ്ടം പറ. പറ. അറിയൂല. ഞാൻ ഫുള്ള് ഇങ്ങനെയാണ് ആദ്യം നടന്നത്. ഭയങ്കര പവർഫുൾ ആണ്. ഇടയിൽ കൂടെ കേൾക്കണം. ഭയങ്കരമായിട്ട് സൈക്കിൾ തൊട്ടും. പിന്നെ എന്റെ അനിയനെ പോലെയാണ് കാണുന്നത്. പിന്നെ ഞാൻ തിരുവാതിര പ്രാക്ടീസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവൻ എപ്പോഴും എന്നെ വിളിച്ചോണ്ട് പോകും കളിക്കാൻ വേണ്ടിയിട്ട്. തിരുവാതിര ഇടയ്ക്ക് വിളിച്ചോണ്ട് പോകും. അതാണ് എന്റെ അപ്പുണ്ണി. അപ്പൊ അപ്പൊ പോയി കഴിഞ്ഞതൊക്കെ ഞാൻ മിസ് ചെയ്യും.
ഒന്ന് പിടിച്ചോ വെച്ചോ ഓടാണ്ടിരിക്കാനാ. നെക്സ്റ്റ് എന്റർടൈൻമെന്റ്. ഇല്ല ഞാൻ പാടൂല ഞാൻ പാടൂല എന്നെ കൊണ്ട് പാടില്ല. കേട്ടാ ഒരു ഡുവറ്റ് ആണ്. Made by Ammu, me and her. Happy journey, Ammu. Happy journey, happy journey. Happy journey, Ammu. രുദ്രോള क्या है ब्रो? Okay, ആർക്കൊക്കെ കേക്ക് വേണ്ടേ? അല്ല ഇത് ഹയാത്തി കഴിച്ചെടുക്കുന്നത്. അടുത്തതായി തീറ്റ മത്സരം. അഭിപ്രായം പറ. അല്ല ഫ്ലോപ്പ് പരിപാടിയായിട്ടുണ്ട്. ഫ്ലോപ്പ് തോളി ഇന്നെന്താണ് പണി? അതെ നിങ്ങൾ കേക്ക് കേക്കിന് മധുരമില്ല. കേക്കിന്റെ മുകളിൽ കൊക്കോ പൗഡർ ഇട്ടുണ്ട്. അതിൽ കഴിച്ചാൽ കഴിക്കും കേട്ടോ. അതിന്റെ മുകളിൽ ലൈൻ ഉണ്ട് ഡെക്കറേഷൻ. ലഡു ലഡു അടിച്ചല്ലോ. ലഡു വേണോ? അവിടെ നിന്ന വീട്ടിൽ ലഡു ഉണ്ട്. ആ ലഡു ചാണി കാണാൻ മോനെ. As we come to the end of this welcome program, we want to say this. Distance may separate us, but our friendship and love will always keep us close. You have such wonderful adventures in our mind. Thank you everyone for being part of the celebration. I request everyone to rise for the national anthem. National anthem പാട്. പാട്. National anthem പാട്.
അപ്പോഴത്തേക്ക് 110 വിളിച്ച് പോലീസിനെ എടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞേ അമ്മുവിന്റെ ഇപ്പോൾ പാർട്ടി കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞ് എക്സ്ട്രാ ഭാഗം കൂടി കാണിച്ചു തരാം. ആ കേക്ക് മേക്കിങ്ങിൻ്റെ ഞാനും അമ്മും പാറും കൂടി ആട്ടോ ആ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലായിരുന്നു. അർപ്പി ചേച്ചിക്കും നന്ദു ചേച്ചിക്കൊന്നും വരാൻ പറ്റിയില്ല, അവർക്ക് എക്സാംസൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്കൊരു ചെറിയ തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും വന്നു. നമുക്ക് കേക്ക് മേക്കിംഗ് കണ്ടാലോ? നമ്മളപ്പോൾ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എന്താ കൊക്കോ പൗഡർ ഇട്ടിട്ട് ഇതിങ്ങനെ നടക്കുന്ന പരിപാടിയിൽ ആ പരിപാടി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയത്തി ഇതാ അപ്പുറം നിന്ന് മാവ് കുഴക്കാൻ. എനിക്ക് കുരങ്ങി ഇങ്ങോട്ട് നോക്കടി, കുരങ്ങി കണ്ടാ പേര് വിളിച്ചപ്പോൾ നോക്കി. ദേ അപ്പുറത്ത് നിന്ന് മാവ് കുഴയ്ക്കുന്നത്. മറ്റേ സാധനം എന്തോ കുശുമ്പ് കുത്താൻ പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വരുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാനിവിടെ താഴെ കളയരുത് എന്ന് പേടിച്ചുകൊണ്ടിരിക്കുക. താഴെ കളഞ്ഞിട്ടില്ലാതാണ് എൻ്റെ ഒരു വിശ്വാസം. യാ ഇളക്കുക കുറേ ആയി കൈസെടുത്ത് ഇളങ്ങണം. ഇല്ല നമുക്കിനി ഇളകാം. ഓക്കെ ഗൈസ്, നമ്മുടെ പാറു ഇപ്പോൾ ഒരു മാവ് ചെയ്തു. നീ അടിച്ചോട്ട് അതിന് നിനക്ക് ഇതവളെ ദേഷ്യം മൊത്തം അതിൽ തീർത്തോ. പിസ്സയുടെ തിൻ ക്രസ്റ്റ് പിസ്സയുടെ ഡോ ഇവിടെ ഒരാള് ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. കൊക്കോ പൗഡർ കുറേ ആയി. ഞാൻ ചെയ്യാം, മാറ്. ഗൈസ് നമ്മുടെ പണി അങ്ങോട്ടും കൂടി എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ കുറച്ച് ക്യാമറ പിടിച്ച് പഠിപ്പിക്കാം അവരെല്ലാവരും. നോക്കി കുറച്ച്. അതെ അതെ, അവിടെ എന്തായി നോക്കാം. അവിടെ പുറകോട്ട് അടിക്കണം ഞങ്ങളുടെ വിചാരിച്ചത്. മോളെ പതുക്കെ. മാവിനോടുള്ള വൈരാഗ്യാണോ? ഞങ്ങളോടുള്ള വൈരാഗ്യാണോ? ഞങ്ങളാണോ? ഗൈസ് നമ്മളോടൊക്കെ ഉള്ള വൈരാഗ്യാണ്, നിങ്ങളോടുള്ള വൈരാഗ്യാണ് എക്സ്പെഷ്യലി. വെറുതെ പറഞ്ഞാണ് JK, ജസ്റ്റ് കിഡിങ് ഫോർ ഫൺ. ഇവളെ മോളെ പൊന്നു മോളെ മാവ് പുറത്ത് അടിക്കാതെ പറഞ്ഞു, പക്ഷെ പുറത്തേക്കിട്ട് അടിക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ വെറുതെ ഇപ്പം മാവ് പൊട്ടിക്കിടന്നേനെ. ഇനി നമുക്ക് ബാക്ക് ടു മീ. ഗൈസ് ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു എൻ്റെ പ്ലെയിൻ ടിക്കറ്റ് ക്യാൻസലായി. ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ല ഗൈസ്, എൻ്റെ പ്ലെയിൻ ടിക്കറ്റ് ക്യാൻസലായി 25-ാം തീയതിക്കുള്ളത്. ഇനി എപ്പോഴാണ് എടുക്കുന്നേ എന്ന് എനിക്കറിഞ്ഞു. പാർട്ടി നാളെയാണ് ഗൈസ്. ഒമാനെയറാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് എന്നത്തേക്കാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു ഒമാനെയർ അതേ താഴെ പോയത് നിന്നൊക്കെ കൊല്ലും. ഒമാനെയറാണ്, പക്ഷെ അത് ഏത് ദിവസം ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ എന്താ നാളത്തേക്കുള്ള ഫെയർവെല്ലിന് ഞാൻ ഇവിടെ 3 മണിക്ക് എത്തിച്ചേരും. ഇവരെല്ലാവരും 3 മണിക്ക് വരും. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വരാതിരിക്കാൻ പറ്റുമോ? എന്നിട്ട് ഇവിടെ വരിക, നിങ്ങളെയൊക്കെ കുത്തിപ്പൊക്കുക. മൈ ഹോബി ഗൈസ്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്
ഈ ബാർബി ഒരു മിനിറ്റ് ഗൈസ്. ഇങ്ങനെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ നമ്മൾ വേണ്ടേ മറച്ചു പിടിക്കാൻ അല്ലേ? ദാ കണ്ടില്ലേ ഈ ബാർബി ഡോൾ. ഈ ബാർബി ഡോളിനെയാണ് എനിക്ക് വയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ചെയ്തു തരില്ല. ഇവിടെ ബാക്ക് ടു അവർ പണി. ഇതിപ്പോൾ ചാടി വന്നു. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ കേക്കിൻ്റെ ഒക്കെ ഇത്രയും വീഡിയോസ് എടുത്തോളൂ. ഒരു സ്നീക്ക് പീക്ക് ആയിട്ടുള്ളതാണ്. നിങ്ങൾ കേക്ക് കണ്ടു എന്ന് തോന്നുന്നു. ബിക്കോസ് ഞങ്ങൾ കുറച്ച് മുമ്പ് കാണിച്ചിരുന്നു ആ പാർട്ടിയുടെ സമയത്ത് കേക്ക് കട്ടിങ്ങിന്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അമ്മൂൻ്റെ ചാനലും പാറുവിൻ്റെ ചാനലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.